എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രാറ്റിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഈ 2025 ജനുവരി മാസം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ സ്ട്രെങ്ത് കാർഡ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, 9 of Pentacles, Sun card, Knight of Swords, Page of Cups. അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം തുടങ്ങുന്നത് വളരെയധികം സംതൃപ്തിയോട് കൂടിയിട്ട് വളരെയധികം ആത്മവിശ്വാസവും ധൈര്യവും ജീവിതത്തിൽ ആത്മവിശ്വാസവും ധൈര്യവും ആണ് കൈമുതലായിട്ടുള്ളത് എന്നുള്ളൊരു ചിന്തയോടും ആ ഒരു പ്രവൃത്തിയോടും കൂടിയിട്ടായിരിക്കും ജീവിതം മുന്നോട്ടേക്ക് നയിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, സ്ട്രെങ്ത് കാർഡാണ് വന്നിരിക്കുന്നത്. സോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളെക്കുറിച്ചും ഇതുവരെ ആലോചിച്ച് സങ്കടപ്പെട്ട് ഇരുന്നിരുന്നവർ അതെല്ലാം വിട്ടിട്ട് നമ്മൾ പറയുമല്ലോ, കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഈ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ ഡിസപ്പോയിൻമെൻറ്റ്, നിരാശയിലൊക്കെ ജീവിതം തള്ളി നീക്കിയിരുന്നവർ ആ ഒരു ഡാർക്ക് നൈറ്റ്, ആ ഒരു ഇരുണ്ട രാത്രി എന്നുള്ള ഒരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോവുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പുറകോട്ടേക്ക് വലിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടുള്ള ആളുകളും സിറ്റുവേഷൻസും ഒക്കെ ഉണ്ടായിട്ട് അതിൽ തന്നെ തൂങ്ങിപ്പിടിച്ചിരിക്കുന്നവർ അതിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ. ജനുവരിയിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കഴിഞ്ഞു പോയിട്ടുള്ള കാലങ്ങളെ ആലോചിച്ച് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ സഹതാപം, സെൽഫ് പിറ്റി, പലരെയും സംബന്ധിച്ചിടത്തോളം സ്വയം സഹതപിച്ചു കൊണ്ടിട്ട് എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുകയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം എടുക്കുകയും നിങ്ങൾക്ക് തന്നെ അനുവാദം കൊടുക്കുകയാണ് ജീവിതത്തിൽ മുന്നേറാനായിട്ട്. നിങ്ങളുടെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയാണ്. ജീവിതത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു വർഷം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. സൺ കാർഡാണ്. അപ്പോൾ വളരെയധികം ആത്മവിശ്വാസം കൂടുതലുള്ളൊരു മാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ജോലിയിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ഒക്കെ പൊതുപ്രവർത്തന മേഖലകളിലൊക്കെ വളരെയധികം സാധ്യതകളുണ്ട്. പൊളിറ്റിക്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അതേപോലെ സോഷ്യൽ വർക്ക്സ്, സോഷ്യൽ സർവീസസ് ഒക്കെ ചെയ്യുന്നവരും മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നുകൊണ്ടിട്ട് ആളുകളുടെ മുമ്പിൽ നിന്ന് നയിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെടുത്തി ഇപ്പോൾ പൊളിറ്റീഷ്യൻസ് അങ്ങനെയുള്ള ഇതിലുള്ളവരൊക്കെ വളരെയധികം നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അതേപോലെ തന്നെ NGO സാമൂഹ്യ പ്രവർത്തകനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആതുര സേവന രംഗത്തൊക്കെ ഉള്ളവർക്കൊക്കെ വളരെയധികം ഉന്നമനം, സ്വന്തം കഴിവിൽ വിശ്വാസം വളരെയധികം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജോലിയിൽ വളരെയധികം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്, ജോലിയിൽ ഉന്നമനം കാണിക്കുന്നുണ്ട്, ജോലിയിൽ മുന്നേറുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നിങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ അതേപോലെ പൊതുമേഖലയിൽ, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ പബ്ലിക് ഫിഗേഴ്സ് ആയിട്ടുള്ളവർ, ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ, സിനിമ സീരിയൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ സീരിയൽ മേഖലയിൽ, സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തി നിൽക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്നുണ്ട്. സീരിയൽ മേഖലയിൽ നിന്ന് സിനിമാ മേഖലയിലോട്ടുള്ള ഒരു കയറ്റം, സിനിമയിലെ വലിയ ഉയർച്ചയിലെത്താൻ പോകുന്നു. അത് പാട്ട് അല്ലെങ്കിൽ സംഗീതം മറ്റെന്തെങ്കിലും തരത്തിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് എത്തുന്നു. ഡയറക്ഷനിലൊക്കെ ഉള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ജോലി സംബന്ധമായിട്ട് ഏത് ജോലിയിലാണെങ്കിലും നിങ്ങളുടെ കരിയറിൽ ഉന്നമനം ഉണ്ടാകുന്നുണ്ട്. അടുത്ത പൊസിഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഉള്ള പൊസിഷനിൽ നിന്ന് നെക്സ്റ്റ് പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. ജോലി മാറുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ നിന്ന് പുതിയ കമ്പനിയിലേക്ക് മാറുന്നുണ്ട്. ചില ആളുകൾ സ്വന്തമായിട്ട് എന്തൊക്കെയോ സ്ഥാപനങ്ങൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വളരെ കൂടുതലാണ്. അത് നിങ്ങളുടെ കരിയറിൽ ഔദ്യോഗിക കാര്യങ്ങൾ നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് സോർഡ്സ് എനർജി വന്നിട്ടുണ്ട്.
അപ്പോൾ എന്ത് എത്രയൊക്കെ തടസ്സങ്ങൾ മുന്നിലുണ്ടെങ്കിലും അതിനെയൊക്കെ കടന്ന് അതിജീവിച്ച് നിങ്ങൾ മുന്നേറുന്ന ഒരു സാഹചര്യം. ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ലോൺ കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് ലോൺ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ലോൺ എടുത്ത് ബിസിനസ്സൊക്കെ ചെയ്യാൻ പോകുന്നവരെ സംബന്ധിച്ച് പറയുകയാണ്, നിങ്ങൾക്ക് അതിനനുസരിച്ച് കോൺഫിഡൻസിൻ്റെ സ്വയം വിശ്വാസമുണ്ട്. നെഗറ്റീവ് കാര്യങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാതിരുന്നാൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് നെഗറ്റിവിറ്റി മൈൻഡിൽ കയറി വരും. അത് ഈ പറയുന്ന പോലെ പ്രാർത്ഥനകൾ, ദൈവവിശ്വാസം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ പ്രാർത്ഥിച്ച്, ഇഷ്ടദൈവത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ടേക്ക് പോവാം. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ ധനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ പുറകെ നടക്കേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതുവരെയെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ധനം നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് മെറ്റീരിയൽ സെക്യൂരിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാത്ത സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പ്ലാൻസും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്കൊക്കെയുള്ള നല്ലൊരു ഫലം ലഭിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനു മുമ്പ് പ്രവൃത്തി ചെയ്തിട്ടുള്ളവരാണ്, ആക്ഷൻ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അതിൻ്റെ ഫലം, റിസൾട്ട് കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു റിസൾട്ട് വരുന്നുണ്ട്. നമ്മൾ കൃഷി കഴിഞ്ഞിട്ട് നല്ലൊരു വിളവെടുപ്പ് കാത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ നല്ല വിളവെടുപ്പാണ്. ഇനി കൃഷിയിലാണ് എങ്കിൽ കൃഷിയിലും നല്ല സാധ്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഏത് സ്ഥലത്താണ് ജീവിക്കുന്നത്, ഏത് തരത്തിലുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതിനനുസരിച്ചിട്ട് കൃഷിയിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകുന്ന സമയമാണ്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നേട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിദ്യാഭ്യാസം നേടാൻ എന്തോ ഒരു തടസ്സം മുന്നിലുണ്ടെങ്കിൽ ആ തടസ്സം മാറിക്കിട്ടുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ്. ലൈഫ് ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളിലും ഇടയ്ക്ക് നമ്മളെപ്പോഴൊക്കെയോ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയാൻ വിചാരിക്കാതെ, അതായത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങൾ റെഡിയായി വരുന്നത്, അതായത് നിങ്ങൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പ്രവൃത്തി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങളൊക്കെ വളരെ പക്വമായിട്ടാണ് എടുക്കുക. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു മാസം തന്നെയായിരിക്കും, അതുകൂടി പറയാണ്. പക്ഷെ പെട്ടെന്നാണെങ്കിൽ കൂടിയും ആലോചിച്ചിട്ട്, ഇപ്പം നമ്മൾ ഒരു തീരുമാനം പറയുമ്പോൾ ഒരു 5 മിനിറ്റ് ആണെങ്കിലും ആ 5 മിനിറ്റ് ഇരുത്തി വ്യക്തമായിട്ട് പക്വതയോട് കൂടിയിട്ട് ആലോചിച്ചിട്ട് വളരെ പരിപക്വതമായിട്ടുള്ള വളരെ അസേർട്ടീവ് ആയിരിക്കും. നിങ്ങൾ വളരെ അതായത് ആത്മവിശ്വാസം, കോൺഫിഡൻസ് കൂടുതലുള്ളൊരു സമയമാണ്. സ്വയം വിശ്വാസം അത് വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു പ്രത്യേക മാജിക്ക് നിങ്ങൾക്ക് ഈ ഒരു മാസത്തിൽ ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ളൊരു മാജിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എല്ലാത്തിനും ഒരു അത്ഭുതം പോലെ തോന്നുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് 9 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിദ്യാഭ്യാസ അക്കാഡമിക്സിൽ വളരെയധികം ഉയർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ റിസർച്ച് ഫീൽഡിലേക്കൊക്കെ പോകാൻ, സയൻറ്റിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക് റിസർച്ച് PhD കാര്യങ്ങൾ എടുക്കാൻ, അതേപോലെ ബാച്ചിലേഴ്സ് ഡിഗ്രി, അതായത് പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി എടുത്തിട്ടുള്ളവർ നെക്സ്റ്റ് MDO അതുപോലെ മാസ്റ്റേഴ്സ് എടുക്കാൻ, മെഡിക്കൽ ഫീൽഡിൽ മാസ്റ്റേഴ്സ് എടുക്കാനുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫിസിഷ്യൻ, സർജൻ അതുപോലുള്ള ഇതിലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ഉന്നമനം കാണിക്കുന്നു. അതേപോലെ BEd എടുത്തിട്ടുള്ളവർക്ക് MEd എടുത്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന സിറ്റുവേഷനൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. നല്ലൊരു ബോൺ ലീഡർ എന്നുള്ളൊരു പദവിയുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയോ എന്തിൻ്റെയെങ്കിലും ഒരു നേതൃസ്ഥാനത്തേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നു. അതേപോലെ മറ്റ് സഹജീവികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. വിവാഹ കാര്യങ്ങൾ മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പേജ് ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ പ്രണയ നൈരാശ്യമൊക്കെ ആയിട്ട് വിവാഹം വേണ്ട എന്നൊക്കെ വച്ചിരിക്കുന്നവർക്കൊക്കെ വിവാഹത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു
ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. അതിപ്പോൾ പ്രണയം ആയിരിക്കാം, അറേഞ്ച് മാരേജ്, എങ്ങനെയായാലും വിവാഹ കാര്യങ്ങളും മറ്റുമൊക്കെ നല്ല രീതിയിൽ നടക്കാനുള്ള ഒരു സാധ്യതയും ഈ ഒരു മാസക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഒരു നല്ലൊരു മാസമായിരിക്കും എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.